കനേറിയയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു ഇവിടെ എന്തൊക്കെയാണ് ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ളതെന്ന്. അങ്ങനെ ഞങ്ങൾ കിട്ടിയതാണ് ഈ പൊയമ ഡെൽ മാർ അക്വേറിയം. ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് അക്വേറിയമാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും കാണികളൊക്കെ വരുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഞങ്ങൾ നടന്നു. ഒരാൾക്ക് 30 യൂറോയാണ് ടിക്കറ്റ് കൗണ്ടറിലെ റേറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു ഗൈഡ് നിൽപ്പുണ്ട്. പുള്ളിക്കാരോട് ചോദിച്ച് ഏത് റൂട്ടൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾക്കൊരു ചാർട്ട് തന്നെ തന്നു. ആ ചാർട്ടിലേക്ക് നോക്കി നമുക്കുള്ളിലേക്ക് നടക്കാം. അതിലെ വഴി അതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ എസ്കലേറ്റർ വഴി മുകളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ ജുറാസിക് വേൾഡ് ആ മൂവിയിൽ കാണുന്നത് പോലെ തന്നെ അതേ ഒരു ഫീല് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന് മുന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളുടെ ശേഖരം തന്നെ ഈ അക്വേറിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഓരോ ഗ്ലാസ് കൂടിനകത്തും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വർണ്ണിച്ച് വിവരിച്ച് അതിൻ്റെതായ രീതിയിൽ ഈ അക്വേറിയം വളരെ മനോഹരമായാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കൂട്ടിൽ ഈ മത്സ്യങ്ങളെ കൂടാതെ തന്നെ ഒരു മുതലയും കൂടി കിടപ്പുണ്ട്. മുകളിൽ നോക്കിയും വളരെ ചെറുതായി തോന്നിയെങ്കിലും ആ വെള്ളത്തിനടിയിലൂടെ നോക്കിയപ്പോഴത്തേന് ആണെന്നിൻ്റെ ശരിക്കും വലിപ്പം മനസ്സിലായത്. അതിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. മുൻപിലേക്ക് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒറിജിനൽ കോറൽ റീഫ്. नीचे भी बहुत सारा चीज़ है. हेलो ये देख नीचे एक एनिमल है. देख फिश है. फिश इट्स वॉकिंग फिश. इधर से देख रहे. ഇതെല്ലാം പലതരത്തിലുള്ള കോറൽ റീഫ്സാണ്. നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടാണ് അവരിത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹാൾ. വലിയൊരു അക്വേറിയമാണ്. ഇതിനകത്ത് നിറയെ ഫിഷുകളും ഒക്കെ ആ ഒരു കടലിൻ്റെ അടുത്തിട്ട് പോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റിയിലും അതിൻ്റെ ടെമ്പറേച്ചറിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വലിയൊരു അക്വേറിയമാണിത്. നാല് മണിക്കൂറിൽ ഞാൻ ഇതിൽ കണ്ട കാഴ്ചകളാണ് 5 മിനിറ്റിൽ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചത്. പലപ്പോഴും കണ്ട ഉത്സാഹത്താൽ ചിത്രീകരിക്കാൻ മറന്നുപോയവ കുറേയുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. ഒരു അവസരമൊക്കെ കിട്ടിയാൽ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണണം. അത്ര മനോഹരമായ സ്ഥലങ്ങളാണ്. അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് അടുത്ത സ്ഥലം തേടിയുള്ള യാത്രയായി.